പിന്നെ നീ മഴയാവുക, ഞാൻ കാറ്റാവാം. നീ മാനവും ഞാൻ ഭൂമിയുമാകാം. നന്ദിത ടീച്ചറിൻ്റെ വരികളാണ്. ഞാൻ ആലോചിക്കുന്നത് ടീച്ചറിൻ്റെ മരണശേഷം കവിതകളെല്ലാം തുന്നിച്ചേർത്ത് പുസ്തകമാക്കിയ ടീച്ചറിൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചാണ്. നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ എഴുതിക്കൂട്ടിയ വരികൾ പുസ്തകമാക്കാൻ കഴിയുന്ന അത്രയും ആത്മബന്ധമുള്ള സുഹൃത്തുക്കളെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടോ? നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ടീച്ചർ ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യയുടെ കാരണങ്ങളുടെ ഒരു വലിയ നിര തന്നെ സാഹിത്യ ലോകം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. കുറേ അധികം ഗൂഢസിദ്ധാന്തങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടെ വളരെ കേട്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള കഥകൾ വരെ ടീച്ചറിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ കേട്ടു. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞു, അവരുടെ ആത്മഹത്യ സ്വീകരിച്ചു കഴിഞ്ഞു. ആ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുക എന്നുള്ളതാണ്. അവരെഴുതിയ കവിതകൾ നമുക്ക് മുന്നിലുണ്ട്. അതിനെ കൂടുതൽ മനോഹരമായി വായിക്കുക എന്നുള്ളതാണ്. നന്ദിത ആരാണെന്ന് തെളിയിക്കാൻ നന്ദിതയുടെ ഒരു പുസ്തകം മാത്രം മതി. പിന്നെ മലയാളികളുടെ പൊതുബോധമുണ്ടല്ലോ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് സ്വാഭാവികം.